പ്രൈസ് ലോർഡ് നാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിൻ്റെ തിരുനാമത്തിന് മഹത്വം കരയറ്റുന്നു. എല്ലാ പ്രിയപ്പെട്ടവരും സമാധാനത്തോടെ സന്തോഷത്തോടെ ആയിരിക്കുന്നു. പ്രാർത്ഥനാ ജീവിതത്തിന് കർത്താവ് വ്യത്യാസങ്ങൾ വരുത്തുന്നുണ്ട് എന്നുള്ളൊരു ധൈര്യം നിങ്ങളുടെ ഉള്ളിൽ ഉളവായി വരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മളൊക്കെ ആയിരിക്കുന്ന പട്ടണങ്ങൾ ട്രാൻസ്ഫോം ചെയ്യണം എന്നുള്ളത് നമ്മുടെ ആഗ്രഹമായിരിക്കാം, നല്ല കാര്യം തന്നെ. പക്ഷേ ഈ ഒരു ടാസ്ക് അക്കംപ്ലിഷ് ചെയ്യണമെങ്കിൽ വിശ്വാസികളായ നാമൊക്കെ ഒത്തുചേർന്നെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. പലപ്പോഴും നമ്മൾ ചർച്ചിൻ്റെ സീറ്റിംഗ് കപ്പാസിറ്റിയൊക്കെ ഓർത്ത് നമ്മൾ വിഷമിക്കാറുണ്ട്. എന്നാൽ ഓരോ ചർച്ചിനും ദൈവം ഒരു സെൻഡിങ് കപ്പാസിറ്റി കൊടുത്തിട്ടുണ്ട്. അത് ചർച്ചുകൾ അനുസരിക്കുന്നുണ്ടോ, പ്രാവർത്തികമാകുന്നുണ്ടോ എന്ന് നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ഒരു മിഷൻ അക്കംപ്ലിഷ് ചെയ്യണമെങ്കിൽ ഒത്തൊരുമിച്ചുള്ള പ്രാർത്ഥന വളരെ ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥനയാണ് പലപ്പോഴും പല മിഷനിലേക്ക് ജനത്തെ നയിക്കുന്നത്. 2000കളുടെ ആദ്യത്തിൽ വളരെ ലവ്ലി മച്വർ ഒക്കെ ആയിട്ടുള്ള ഒരു 18 വയസ്സുള്ള ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു, ഗ്രേസ്. അവളുടെ പേരൻസിനോട് ഗുഡ് ബൈ പറഞ്ഞു. അപ്പനെയും അമ്മയും വിട്ടുപിരിഞ്ഞപ്പോൾ തന്നെ അവൾക്കറിയാമായിരുന്നു ഇതായിരിക്കും ലാസ്റ്റായിട്ട് താൻ അവരെ കാണാൻ പോകുന്ന സമയമെന്ന്. ആരും അവളെ ഫോഴ്സ് ചെയ്തിട്ടല്ല അവൾ പോയത്. തീരുമാനം അവൾ തന്നെ എടുത്തതാണ്. അവൾ ദേശത്തിൻ്റെ പകുതി ഭാഗത്തോളം ട്രാവൽ ചെയ്തു. എന്നിട്ട് ചെന്നെത്തിയ സ്ഥലം അവൾക്ക് അറിയാൻ മേലാത്തതും പേരില്ലാത്തതുമായുള്ളൊരു സ്ഥലമായിരുന്നു. ഒരു വാക്യം ഞാൻ ഇന്നത്തെ ധ്യാനചിന്തയ്ക്ക് ആധാരമായിട്ടൊന്ന് വായിച്ചോട്ടെ. യെരമ്യാ പ്രവചനം 24-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം. ജെറമ്യ ചാപ്റ്റർ 24 വേഴ്സ് 7. ഞാൻ യഹോവ എന്ന് എന്നെ അറിയുവാൻ തക്ക ഹൃദയം ഞാൻ അവർക്ക് കൊടുക്കും. അവർ എനിക്ക് ജനമായും ഞാൻ അവർക്ക് ദൈവമായും ഇരിക്കും. അവർ പൂർണ്ണ ഹൃദയത്തോടെ എങ്കിലേക്ക് തിരിയും. പ്രൈസ് ദി ലോർഡ്. ഇവൾ എന്തിനാണ് പോയത്? കാരണം ഒരു ആരാധനയുടെ രഹസ്യ സ്ഥലത്ത് അവൾക്ക് കൃപ നിറഞ്ഞ സ്നേഹം നിറഞ്ഞ തൻ്റെ ദൈവവുമായിട്ട് ഒരു എൻകൗണ്ടറിലേക്ക് വരണമെന്ന് ആഗ്രഹിച്ച അവിടെ പോയത്. അങ്ങനെയുള്ളൊരു സ്ഥലത്തേക്ക് അവൾ പോയത് അവൾക്ക് വിശ്വാസത്തിൽ വളരണമെന്നുള്ളൊരു വലിയ ആഗ്രഹമുണ്ടായി. കൂടുതലായിട്ട് പ്രാർത്ഥനാ നിർഭരമായ എൻകൗണ്ടേഴ്സ് അവളുടെ ജീവിതത്തിൽ അവൾ എക്സ്പീരിയൻസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അവൾ പഠിച്ചതൊക്കെ അതിനെക്കുറിച്ചൊന്നും, അവൾ ഗ്രഹിച്ചതിനെക്കുറിച്ചും ദൈവം അവളെ പഠിപ്പിച്ചതിനെക്കുറിച്ചൊന്നും അറിഞ്ഞിട്ടില്ലാത്തവരുടെ ഇടയിൽ ചെന്ന് അറിയിക്കണം എന്നുള്ളൊരു വലിയ ആഗ്രഹം അവളുടെ ജീവിതത്തിൽ ഉരുവാകാൻ തക്കവണ്ണം ഇടയായി. അതുകൊണ്ടാണ് ഈ ഗ്രേസ് എന്ന് പറയുന്ന വ്യക്തി തൻ്റെ വീട് വിട്ടത്. ദൂരെയുള്ള പട്ടണത്തിലേക്ക് അവൾ പോയി. അവിടെ ഒരു സീക്രട്ട് സ്കൂളിൽ ചേർന്നു, ഒരു സീക്രട്ട് ഹൗസിൽ താമസിച്ചു, ഒരു സീക്രട്ട് ചർച്ചിൽ പോയി. അപ്പോൾ അവിടെ കൂടുതൽ സമയവും ഒക്കെ കഴിയുന്നത്ര സംഗതികൾ അവളെല്ലാം പഠിച്ചെടുത്തു. ആ പട്ടണം, ആ ദേശം രക്ഷപ്പെടേണ്ടതിന് വേണ്ടി താൻ ദൈവസന്നിധി ചെലവഴിച്ച സമയങ്ങളും തൻ്റെ പ്രയത്നങ്ങളും ഒന്നും നഷ്ടമായി പോയില്ല. ആദ്യം അവൾ പഠിച്ചത് എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന്, ദൈവത്തിൻ്റെ ശബ്ദം എങ്ങനെ കേൾക്കണമെന്ന്, അവനുമായിട്ട് ബഹുമാനത്തോടെ എങ്ങനെ ഇൻട്രാക്റ്റ് ചെയ്യണം, എങ്ങനെ അവനെ അനുസരിക്കണം, ഇതെല്ലാം അവൾക്ക് മനസ്സിലാക്കുവാൻ തക്കൊണ്ടപടിയായി. വചനം പഠിച്ചിട്ട് അവൾ മറ്റുള്ളവരെ പഠിപ്പിക്കുവാനായിട്ട് ഒരുങ്ങി. മിഷൻ എന്ന് വെച്ചാൽ എന്താണെന്ന്
അവൾ ആദ്യം മനസ്സിലാക്കി. ഇന്ന് നമ്മൾ മിഷണറി എന്നുള്ള വാക്ക് ഒത്തിരി കേൾക്കുന്നുണ്ട്, എന്നാൽ മിഷൻ എന്നുള്ള വാക്ക് നമ്മൾ കേൾക്കുന്നത് കുറവാണ്. ഇത് വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ അവൾ വിട്ടുകളഞ്ഞില്ല. ഞാൻ ചോദിക്കട്ടെ കുഞ്ഞെ, നിൻ്റെ ജീവിതത്തിൽ എന്ത് ചെയ്യണം, എങ്ങനെയായിത്തീരണമെന്നൊക്കെ നിനക്കൊരു ചിന്തയുണ്ടോ? നിനക്കൊരു ആഗ്രഹമുണ്ടോ? നീ എന്തെങ്കിലും അതിനെപ്പറ്റി ഒരു പ്ലാൻ നിനക്കുണ്ടോ? റിക് വാറൻ ഒരിക്കലും ഇങ്ങനെ പറഞ്ഞു, യു ജഡ്ജ് എ ചർച്ച് ഹെൽത്ത് നോട്ട് ബൈ ഇറ്റ്സ് സീറ്റിംഗ് കപ്പാസിറ്റി ബട്ട് ബൈ ഇറ്റ്സ് സെൻറ്റിംഗ് കപ്പാസിറ്റി. ഞാൻ മുമ്പേ പറഞ്ഞത് തന്നെ, എൻ്റെ ചർച്ചിൽ ഇത്രയും ആൾക്കാരുണ്ട്, എൻ്റെ വലിയ ചർച്ച എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എന്നാൽ ആ ചർച്ച് എത്ര പേരെ നേടുവാൻ തക്കണം, എത്ര പേരെ പല ദിക്കുകളിലേക്ക് അയക്കുന്നുണ്ട്. സെൻഡിങ് കപ്പാസിറ്റിയാണ് നോക്കേണ്ടത്, അല്ലാണ്ട് സീറ്റിംഗ് കപ്പാസിറ്റി അല്ല. കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ? പ്രാർത്ഥനയിൽ ഒരുമനപ്പെട്ട് യേശുവിൻ്റെ ശിഷ്യന്മാർ കൂടി. ആദ്യം അവർ കൂടിയത് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കേണ്ടതിന് വേണ്ടിയാണ്. സഭാചരിത്രങ്ങളൊക്കെ വെളിവാക്കുന്നത് അവർ ഐക്യമെത്തിപ്പെട്ടു, അവർ ഒരുമനപ്പെട്ടു കൂടി, അവരൊരു മനസ്സോടെ വന്നു, ഏകയാത്മാവും ഏക ഹൃദയം അവർക്കുണ്ടായിരുന്നു എന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിച്ചോണേ, അവർ പ്രാർത്ഥിച്ച ആ റൂമിൽ മാത്രം ഒതുങ്ങി നിന്നില്ല. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി തുടങ്ങി വെച്ച പ്രാർത്ഥന, പ്രയർ ഇനീഷ്യേറ്റഡ് ഇറ്റ് ബട്ട് മിഷൻ സസ്റ്റെയിൻഡ് ഇറ്റ്. ബ്രയാൻ അലറിഡ് എന്ന് പറയുന്ന കാര്യം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, റിയൽ പ്രയർ ഓൾവേസ് മൂവ്ഡ് അസ് ടു മിഷൻ ആൻഡ് മിഷൻ ഡ്രൈവ്സ് അസ് ടു പ്രയർ. യേശു കർത്താവിൻ്റെ മൂവ്മെൻറ്റിൻ്റെ എങ്ങനെയായിരുന്നു അതിൻ്റെ അകത്തെ അന്തസത്ത? മർക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം 17-ാം വാക്യം ഇങ്ങനെ പറയുന്നു, പിന്നെ അവരെ ഉപദേശിച്ചു, എൻ്റെ ആലയം സകല ജാതികൾക്കും പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടുമെന്ന് എഴുതിയിരിക്കുന്നില്ലയോ? നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തു എന്ന് പറഞ്ഞു. ആദ്യത്തെ ഭാഗം ശ്രദ്ധിച്ചാൽ മതി. മൈ ഹൗസ് ഷാൽ ബി കോൾഡ് എ ഹൗസ് ഓഫ് പ്രയർ ഫോർ ഓൾ നേഷൻസ്. ഗ്രീക്കിൽ ഹൗസ് എന്നുള്ളതിന് പറഞ്ഞിരിക്കുന്ന ഒയിക്കോസ് എന്ന്, OIKOS, ഒയിക്കോസ്. അതായത് ഫാമിലി ഹൗസ് അല്ലെങ്കിൽ ഹൗസ് ഹോൾഡ് എന്നൊക്കെ പറയാം. അതായത് യേശു കർത്താവ് ലിറ്ററലി പറഞ്ഞത് എന്തുവാ? മൈ ഫാമിലി ഷാൽ ബി കോൾഡ് എ ഫാമിലി ഓഫ് പ്രയർ ഫോർ ഓൾ നേഷൻസ്. പ്രാർത്ഥന വിശ്വാസികൾക്കൊരു ഓപ്ഷനല്ല കേട്ടോ, നമ്മുടെ ഫാമിലിയുടെ മാർക്കറാണ് അത്. നിൻ്റെ ജീവിതത്തെക്കുറിച്ച് നീ ഒന്ന് ചിന്തിച്ച് നോക്കിയേ. പ്രാർത്ഥനയ്ക്ക് എത്രത്തോളം പ്രാധാന്യം നീ ജീവിതത്തിൽ കൊടുത്തിട്ടുണ്ട്? നീ യേശുവിൻ്റെ ഒരു ഫോളോവറാണെന്ന് നിൻ്റെ പ്രാർത്ഥനാ ജീവിതം വെളിവാക്കുന്നുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, ദൈവത്തിൻ്റെ ജനം ഒരുമിച്ച് കൂടി ഫാമിലിയായിട്ടും സഭയായും ഒക്കെ പ്രാർത്ഥിക്കുമ്പോൾ എന്തെല്ലാം വ്യത്യാസങ്ങൾ ഓരോ സഭയിലും ഉരുവാകുമെന്നറിയാമോ? ഈ ബ്രയൻ അലറിഡ് എന്ന് പറയുന്ന അദ്ദേഹം ഒത്തിരി കാര്യങ്ങൾ പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എല്ലാ വിശ്വാസിയെയും, എല്ലാ ഫാമിലിയെയും, എല്ലാ ചേർച്ചിനെയും, എല്ലാ മിനിസ്ട്രിയും, എല്ലാ ക്രിസ്ത്യൻ ഓൺ ബിസിനസ്സിനെയും വിളിക്കാൻ ദൈവം ആഗ്രഹിക്കുന്ന ഹൗസ് ഓഫ് പ്രയർ, പ്രാർത്ഥനാ ഭവനം. ദ ഹോളി സ്പിരിറ്റ് ഈസ് റേസിംഗ് അപ്പ് ഹൗസസ് ഓഫ് പ്രയർ എവ്രിവെയർ. ബ്രയൻ അലറിഡ് പറയുന്ന ഹോളി സ്പിരിറ്റ് ഈസ് റേസിംഗ് അപ്പ് ഹൗസസ് ഓഫ് പ്രയർ എവ്രിവെയർ. ആണോ കുഞ്ഞേ? എല്ലാ ബിലീവേഴ്സും പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ അവർ കൺസിസ്റ്റൻ്റായിട്ട്, കോൺഫിഡൻ്റായിട്ട്, അതായത് നല്ല ധൈര്യത്തോടെ തുടർമാനമായി പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ എന്ത് സംഭവിക്കും? ഉണ്ടാകുന്ന മൂവ്മെൻറ്റ് മിനിസ്ട്രി ലീഡേഴ്സിനോ ചർച്ചിനോ മാത്രമുള്ളൊരു കോളല്ല. ഓരോ വ്യക്തികൾക്കും, മാർക്കറ്റ് പ്ലേസിൽ പോലും നിൽക്കുന്ന ഓരോ വ്യക്തികൾക്കുമുള്ള കാര്യങ്ങളാണ്. ഓസ് ഹിൽമാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ന്യൂ ടെസ്റ്റ്മെൻറ്റിൽ 132 പബ്ലിക് അപ്പിയറൻസ് ഉണ്ട്, 122 മാർക്കറ്റ് പ്ലേസിലായിരുന്നു. 52 ഉപമകൾ യേശു പറഞ്ഞിട്ടുണ്ട്, 45
വർക്ക് പ്ലേസിൽ വെച്ചായിരുന്നു ഉപമകൾ പറഞ്ഞത്. 40 അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്, മിറക്കിൾസ് ഉണ്ട് ബുക്ക് ഓഫ് ആക്സിലൊക്കെ കാണുന്നത്. അതിൽ 39 എണ്ണവും ഉണ്ടായത് മാർക്കറ്റ് പ്ലേസിലാണ്. കുഞ്ഞെ, നിനക്ക് തന്നെ ഒരു പ്രാർത്ഥനാ ഭവനമായി തീരാൻ പറ്റുമോ? യു ഹാവ് ദ എബിലിറ്റി ടു ബി എ ഹൗസ് ഓഫ് പ്രെയർ നോ മാറ്റർ വാട്ട് യുവർ പ്രൊഫഷൻ ഓർ കോളിംഗ്. ഡോക്ടേഴ്സിനും നഴ്സസിനും എൻജിനീയേഴ്സിനും ആർക്കിടെക്ട്സിനും ടീച്ചേഴ്സ്, കാർപ്പൻറ്റേഴ്സിനും ആർക്ക് വേണേലും ആകാം. നമ്മളൊരു ട്രാൻസ്ഫോർമേഷണൽ ലൈഫ് നയിക്കണം. കൾച്ചറിനെ നാം ഇമ്പാക്റ്റ് ചെയ്യണം നമ്മുടെ വിശ്വാസവും പ്രാർത്ഥനയും ദൈവികാനുസരണം കൊണ്ട്. നമ്മൾ ഓർഡിനറി പീപ്പിളെ സമ്മതിച്ചു, ബട്ട് വി ആർ കണക്റ്റഡ് വിത്ത് ആൻ എക്സ്ട്രാ ഓർഡിനറി ഗോഡ്. കർത്താവിനായി നമ്മെ സഹായിക്കട്ടെ. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ആലയത്തിൽ ദൈവം വസിക്കുന്നു. മഹത്വത്തിൻ്റെ പ്രത്യാശ എന്ന ക്രിസ്തു ഞങ്ങൾ വസിക്കുന്നു. ഞങ്ങളൊരു പ്രാർത്ഥനാ ഭവനമായി തീരട്ടെ. ഈ നാളുകളിൽ ദൈവത്തിൻ്റെ വലിയ കൃപ ഞങ്ങളുടെ മേൽ ചൊരിയുമാറാകണം. കേൾക്കുന്നവരുടെ മേൽ വലിയ വ്യത്യാസങ്ങൾ കർത്താവ് കൽപ്പിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയുടെ സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു ഓൾ.